ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ കോരന് ഇത്തവണയും കുമ്പിളിൽ തന്നെ കഞ്ഞി തരാൻ കേന്ദ്രം യാതൊരു മനസ്താപവും കാട്ടിയില്ല. തീവണ്ടി ബജറ്റിൻ്റെ കാര്യത്തിൽ വികസനം കേരളത്തിലെ ഒരു പാളത്തിലൂടെയും റെയിൽ മന്ത്രി കടത്തിവിട്ടില്ല. തൊഴുകയുമായി കുമ്മനവും ടീമും മന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ സന്നിധിയിൽ പോയിരുന്നുവെങ്കിലും വെളുക്കെ ചിരിച്ച് പറഞ്ഞയച്ചെന്ന് തോന്നുന്നു അദ്ദേഹം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കാത്തു നിൽക്കുന്ന BJPയെ കാത്ത് വോട്ടർമാർ ഒഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഇങ്ങനെ പോയാൽ വോട്ടർമാരുടെ പച്ച സിഗ്നൽ എങ്ങനെ കിട്ടും സാറേ? പോർട്ടർമാരെ ഇനി മുതൽ കൂലി എന്ന് വിളിക്കുന്നതിന് പകരം സഹായി എന്ന് വിളിക്കാനാണ് സുരേഷ് പ്രഭു ബജറ്റിൽ പറയുന്നത്. എന്നാൽ കേരളീയർ ഇപ്പോഴും കേന്ദ്രന്മാർക്ക് ബെഗേഴ്സ് ആണ്. സഞ്ജയ് ദത്ത് ജയിൽ മോചിതനായി. സിനിമയിൽ പോലും ചെയ്തിട്ടില്ലാത്ത റോളാണ് ജയിലിൽ പോകാനായി സഞ്ജയ് ദത്ത് ജീവിതത്തിൽ ചെയ്തത്. ജയിലനുഭവങ്ങൾ ഇവിടെ അയവിറക്കുകയാണ് സഞ്ജയ് ദത്ത്. जेल के जितने भी अधिकारी हैं उन्होंने मेरा बहुत ख्याल रखा, इज्जत दी, मैं आभारी हूँ. जेल के सिपाही वो एक बहुत ही इम्पोर्टेंट हिस्सा है जेल का. मतलब कि उनका जो काम है वो आर्मी से भी ज़्यादा सख्त काम होता है और वही जेल संभालते हैं क्योंकि पैसे तो ये कमा रही है आजकल. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസിൽ കാറ്റുവീഴ്ച രോഗം സാധാരണമാണ്. പാർട്ടി ചിഹ്നത്തിലെ 2 ഇല എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ജോസഫ് സാറിന്റെ പിണക്കം മാറ്റാൻ നിർവാഹമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് മാണി സാർ. ഇത് കേരള കോൺഗ്രസ് വളരെ ഒരുമയോടുകൂടി പോകുന്ന ഒരു പാർട്ടിയാണ്. സത്യത്തിൽ പറയുക, ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. ഇപ്പൊ സീറ്റ് ഇനി ആൾക്ക് കൊടുക്കുന്നോ ഇനി ആൾക്ക് കൊടുക്കരുതെന്നോ എവിടെ സീറ്റ് ഇതൊന്നും ആയിട്ടില്ല. സീറ്റ് ഡിസ്കഷനേ ആയിട്ടില്ല. ആദ്യമായിട്ട് സീറ്റ് ഡിസ്കഷൻ UDF ആയിട്ടാണ് നടത്തേണ്ടത്. ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നമുക്ക് സെപ്പറേറ്റ് ബ്ലോക്ക് ആവശ്യപ്പെട്ടു എന്ന് വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു അതൃപ്തിക്കുള്ള ഒരു കാരണവുമില്ല. എല്ലാം വേണം കേട്ടോ, ഞാൻ പറയുന്നത് എല്ലാം എഴുതണം. ഇത് ഒരുമയോടുകൂടി സ്നേഹത്തോടു കൂടി പോകുന്നൊരു പാർട്ടിയാണ്. പിന്നെ ഇതിനകത്ത് എന്താ ചെയ്ത് എനിക്ക് പറഞ്ഞുകൂടാ. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ജോസഫ് ഗ്രൂപ്പിന് പ്രത്യേകിച്ചുണ്ടാകുന്ന ഈ അസുഖം ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാണി സാറിനെ തന്നെ UDFന് വേണ്ടാതായിട്ടുണ്ട്. പിന്നെ ജോസഫ് സാറിൻ്റെ കാര്യം പറയണോ? ആദ്യമായിട്ട് സീറ്റുകളെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല, വളരെ വ്യക്തമാക്കുകയാണ്. സീറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും ഞാനും PJ ജോസഫും ഒരുമിച്ചാണ് സീറ്റ് ഡിസ്കഷന് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, പാർട്ടിക്കകത്തും ഞങ്ങളൊരു ആദ്യമേ പ്രാഥമിക ചർച്ച നടത്തും. ഞാനും PJ ജോസഫും തമ്മിലും ഒരു ചർച്ച നടത്തും. അങ്ങനെ എന്ത് കഴിഞ്ഞും ജോയിൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ സീറ്റ് ഡിസ്കഷന് പോകുന്നത്. പാർട്ടിയിൽ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഇതല്ലേ ഇത് സീറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിതെല്ലാം ചർച്ചകളൊന്നും നടത്തിയിട്ടാണ് പോകുന്നത്. അതൃപ്തി എല്ലായിടത്തും എനിക്ക് അതൃപ്തി ഉണ്ടല്ലോ പല കാര്യങ്ങളിലും. ജോയി എബ്രാഹത്തിനുണ്ട്. എല്ലാവർക്കും പാർട്ടിക്കകത്ത് എല്ലാവർക്കും അങ്ങനെ കാണില്ലേ. ജോസഫ് ഇങ്ങനെ ഒന്നാമതായിട്ട് ഇതിനകത്ത് 2 വിഭാഗമില്ല. ഇതിനകത്ത് ജോസഫ് ഗ്രൂപ്പ് എന്നോ എന്നോ 2 വിഭാഗമില്ല. ജോസഫിന് എന്തെങ്കിലും അതൃപ്തിയുള്ളതായിട്ട് എനിക്കറിവില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. കോൺഗ്രസിലെ സീറ്റ് മോഹികൾ സ്ഥാനാർത്ഥി പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യാ ചരിത്രവും പാർട്ടി ചരിത്രവും പഠിക്കുന്ന തിരക്കിലാണ് അവർ. അങ്ങനെ ഒരു ആശയമൊന്നും ഉണ്ടായിട്ടില്ല. വിജയസാധ്യതയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. UDFന് പുറത്തുള്ള ഏതെങ്കിലും കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യണം എന്നൊരാശയം ഇതുവരെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതുവരെ ഇപ്പം അങ്ങനെ ചർച്ച നടന്നിട്ടുമില്ല. ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ
മുന്നിൽ വെച്ചുകൊണ്ട് ഇലക്ഷൻ കേരളത്തിൽ നേരിട്ടിട്ടില്ല. ഇപ്പം കൂട്ടായ നേതൃത്വമാണുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടായി, കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. 5 വർഷം കേരളം ഭരിച്ചെങ്കിലും പൊതുജനം ഇതുവരെ തിരിച്ചറിയാത്ത മന്ത്രിയാണ് CN ബാലകൃഷ്ണൻ. ഫോട്ടോ കാണിച്ചാൽ പോലും ആർക്കും മനസ്സിലാവില്ല. ടിയാൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളൊന്നും കൂട്ടാക്കില്ല. അത് ആ കാലമൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, മിടുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരുണ്ട്. അവർക്ക് മുൻഗണന കൊടുക്കണം പാർട്ടി. ഈ ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണ്ണയം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ കാണിച്ചോളാം. സ്ഥാനാർത്ഥി നിർണ്ണയം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കൈപ്പത്തി കിട്ടിയോണ്ടും ഇന്ന പാർട്ടി UDF-ലാണ് ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കാൻ പോകില്ല. സോളാർ കേസിൽ തന്നെ സരിതയുടെ വക്കീൽ ക്രോസ് വിസ്താരം ചെയ്യാത്തതിൻ്റെ സങ്കടത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സരിതയുടെ വക്കീൽ ഒടുവിൽ നിയമപുസ്തകം പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് മുഖ്യന് ബോധം വീണത്. CM-നെ ക്രോസ് ചെയ്തില്ല എന്ന് പറയുന്നത് കമ്മീഷൻ നിയമങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അറിവുറവാണെന്ന് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സരിതയും കമ്മീഷൻ്റെ മുൻപിലുള്ള 2 സാക്ഷികൾ മാത്രമാണ്. കമ്മീഷനിൽ ഒരു സാക്ഷിക്ക് വേറൊരു സാക്ഷിയെ വിസ്തരിക്കേണ്ട സാഹചര്യം വരുന്നത് ആ സാക്ഷി മറ്റേ സാക്ഷിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചെങ്കിൽ മാത്രമാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല സത്യങ്ങളും മറച്ചു വച്ചിട്ടുണ്ടാകാം. പക്ഷേ സരിതയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരാരോപണവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സത്യം കണ്ടുപിടിക്കുക എന്നുള്ളത് സരിതയുടെ അഭിഭാഷകൻ്റെ ജോലിയല്ല, അത് കമ്മീഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ സരിതയെ വിസ്തരിച്ച സമയത്ത് കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വക്കീലിന് സരിതയെ ക്രോസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. സരിതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും നടത്താതിരിക്കുകയും സരിതയുടെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും പറയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിസ്തരിക്കേണ്ടി വരാതിരുന്നത്.